ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷനിൽ മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് പറഞ്ഞൊരു സ്പീച്ചാണ്. ഡഗ്ലസ് കോളേജിൽ വെച്ചിട്ട് നമ്മുടെ ആൻഡ്രിച്ച് നടത്തിയ ഒരു സ്പീച്ചാണ്. ഈ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ് കേട്ടോ. നമ്മളിവിടെ ഫസ്റ്റ് ഒരു ഇയറും ആ ഒരു മന്തും ആ ഒരു കോളേജിന്റെ പേര് നമ്മൾ നോട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതില് ഡഗ്ലസ് കോളേജ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡഗ്ലസ് കോളേജ് ന്യൂജേഴ്സി USA-ലാണ് കേട്ടോ. അത് ആ ഒരൊറ്റ ഇത് സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അത് നിങ്ങൾ മറക്കരുത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ആൻഡ്രിച്ച് പ്ലാൻ ടു സെപ്പറേറ്റ് ഹെർ റിമാർക്സ് ഇൻ 2 പാർട്സ്? അതായത് നമ്മൾ ഈ ഒരു ആൻഡ്രിച്ചിന്റെ സ്പീക്കർ രണ്ട് തരത്തിലാണ് നമ്മുടെ ഒരു സ്പീച്ച് തരംതിരിച്ചിരിക്കുന്നത്, 2 പാർട്സ് ആയിട്ട്. ആ ഒരു 2 പാർട്സ് ഏതൊക്കെയാണെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ്രിച്ച് സെപ്പറേറ്റഡ് the 2 parts into speech. One was women students who Douglas College and other one was about the teachers in women's college. അപ്പോൾ അതായത് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പീച്ച് 2 തരത്തിൽ 2 പേർക്ക് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വുമൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും രണ്ടാമത്തെ പറഞ്ഞാൽ വുമൺസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും. ആ ഒരു വുമൺസിന് വേണ്ടിയിട്ടാണ് 2 സ്പീച്ചും. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള വുമൺസിനും അതുപോലെ ടീച്ചേഴ്സിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ടു റിസീവ് ആൻഡ് എഡ്യൂക്കേഷൻ? എന്താണ് ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ കൊണ്ടും അതുപോലെ റിസീവിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ കൊണ്ടും ഇവിടെ ഒരു സ്പീക്കർ മീനിങ് ചെയ്തത് കൊണ്ട്? ഇവിടെ ടു ക്ലെയിം മീൻസ് ടു ടേക്ക് എ റൈറ്റ്ഫുൾ ഓണർ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടതാണ് എന്ന് വെച്ചാൽ നമ്മളുടേത് നമ്മുടെ ഒരു അവകാശം, ആ ഒരു അവകാശപ്പെടുക, അതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. സ്വന്തമാണെന്ന് നമുക്കറിയാം, അപ്പൊ അത് നമ്മൾ ക്ലെയിം ചെയ്തെടുക്കുക. അപ്പൊ അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഇനി റിസീവിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇൻ ടു പൊസിഷൻ ഓഫ് ആക്ട്, നമുക്കൊരു സാധനം ലഭിക്കുക, അതാണ് ഇതിന്റെ മീൻ ചെയ്യുന്നത്. അപ്പൊ രണ്ടും മാറിപ്പോവാതെ നോക്കുക കേട്ടോ. ഇതിന്റെ എക്സ്പ്ലനേഷൻ അതിലുണ്ട്, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഞാനിതിന്റെ സമ്മറി നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അത് കാരണം ലെങ്ത് വീഡിയോയുടെ കൂടും, അത് കാരണം ജസ്റ്റ് ഞാൻ ഒരു പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ആ ഒരു ഇയറും ആ ഒരു സ്പീച്ചിന്റെ കാര്യങ്ങൾ തന്നെ മെയിൻ ആയിട്ട് വരണം. അപ്പൊ ഇത്രയാണ് ഇതിൽ നിന്ന് 2 മാർക്കിന് വരണം കേട്ടോ. ആ ഒരു ഇയറും പിന്നെ ആ ഒരു 2 സെപ്പറേഷൻസ് പറഞ്ഞിട്ടില്ലേ സ്പീച്ചിന്റെ, അതും 2 മാർക്കിൽ നിന്ന് ചോദിക്കാം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ 9 ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നെസസറി ഇൻഗ്രീഡിയൻസ് ഓഫ് ഇന്റലക്ച്വൽ ഫ്രീഡം? ഇന്റലക്ച്വൽ ഫ്രീഡത്തിന് എന്താണ് വേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം? നെസസറി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, നെസസറി ഇൻഗ്രീഡിയൻസ് ഓഫ് ഇന്റലക്ച്വൽ ഫ്രീഡം ആർ എബിലിറ്റി ടു ക്രിട്ടിസൈസ് ദ ആന്റി വുമൺ ആറ്റിറ്റ്യൂഡ്, ഫ്രോണ്ട് ഓഫ് ദ ടെക്സ്റ്റസ്, ക്ലിയർ തിങ്കിങ്, ആക്റ്റീവ് ഡിസ്കഷൻ ആൻഡ് എക്സലന്റ് റൈറ്റിംഗ്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് ആക്റ്റീവ് ഡിസ്കഷനും എക്സലന്റ് റൈറ്റിംഗ് അതുപോലെ ക്ലിയർ തിങ്കിങ്ങും ഒക്കെയാണ് ആ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഒരു ഇന്റലക്ച്വൽ ഫ്രീഡത്തിന്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ അപ്പോൾ ഇത്രയാണ് 2 മാർക്ക് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ പാരഗ്രാഫ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നെക്സ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് കേറ്റ് ചോപ്പിന്റെ സ്റ്റോറി ഓഫ് ആൻ അവർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അവിടെ മിസ്സിസ് മല്ലാഡിന്റെ ഒരു ഡെത്തിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പൊ ഈ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം മിസ്സിസ് മല്ലാഡിന്റെ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള ന്യൂസ് കേട്ടിട്ട് മിസ്സിസ് മല്ലാഡ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു, ഫ്രീഡം കിട്ടിയെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അറ്റ് ലാസ്റ്റ് അവരറിയാണ് ഹസ്ബൻഡ് മരിച്ചിട്ടില്ല, ഹസ്ബൻഡിനെ ജീവനോടെ കണ്ടു. ആ ഒരു ഷോക്കിൽ നമ്മുടെ മിസ്സിസ് മല്ലാട് മരിച്ചു പോവാണ്. അതാണ് ഈ ഒരു സ്റ്റോറി. ഇനി നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡീറ്റെയിൽസ് സമ്മറി നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്, അത് കാരണം ജസ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞു കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു മിസ്സിസ് മല്ലാഡിന്റെ ഹസ്ബൻഡ് മരിച്ചു എന്ന് ഇവരെ പറയാൻ മടിച്ചുല്ലോ, ഈ ഒരു ഹസ്ബൻഡ് ഫ്രണ്ടും സിസ്റ്ററും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ്. കാരണം എന്താ വെച്ചാൽ മിസ്സിസ് മല്ലാഡ് വാസ് എഫക്റ്റഡ് ബൈ ഹാർട്ട് ട്രബിൾ, ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അതുകൊണ്ടാണ് അവർ പറയാൻ വൈകിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് മിസ്സിസ് മല്ലാഡ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ വെൻ ഷി ഹിയർഡ് ദാറ്റ് ഹർ ഹസ്ബൻഡ് ഡെത്ത്? ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ട് എങ്ങനെയായിരുന്നു ഒരു മിസ്സിസ് മല്ലാഡിന്റെ റിയാക്ഷൻ? When she heard the news, Mrs. Mallard cried in her sister's arm. ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ അവൾ ജസ്റ്റ് ഒരു സിസ്റ്ററിന്റെ കയ്യിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് കരഞ്ഞു. Then she went into a room alone. അവൾ അവളുടെ റൂമിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോയി. She wanted no one to follow her. അവൾക്ക് ആരും അവളെ പിന്നാലെ വരണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീഡം കിട്ടിയത് ഹസ്ബൻഡ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ മിസ്സിസ് മല്ലാഡിന്റെ ഉള്ളിലുണ്ടായ ഒരു കാര്യങ്ങൾ, അതേപോലെ ആ ഒരു ഔട്ട്ഡോർ വ്യൂസ്, അതായത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ സമ്മറി പറയുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ട്രീസ് വേർ ന്യൂ സ്പ്രിംഗ് ഓഫ് ലൈഫ്. ഫ്രീഡം ഇത് പുതിയ തളിരല്ല വരുന്നതും ഒരു ഫ്രീഡത്തിന്റെ അതുപോലെ ആ ഒരു ഫ്രീഡത്തിന്റെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഔട്ട്സൈഡ് വേൾഡ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വന്നത് നമ്മൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞാല്
ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ന്യൂ സ്പ്രിങ് ഓഫ് ലൈഫ്, അതായത് മരത്തിന്റെ മീതെ പുതിയ തളിരിലകൾ വന്ന കാര്യം. അതുപോലെ ഈ ഒരു റെയിൻ ബ്രീത്ത് വെച്ചാൽ ഈ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരു പുതുമണം ഉണ്ടാവില്ല, ഒരു പുതുമണത്തിന്റെ ഒരു മണം വന്ന സ്മെല്ല് വന്ന കാര്യം, ഒരു എയറിൽ ആ ഒരു നല്ലൊരു പുതുമണം വന്ന ഒരു ആ ഒരു കാര്യം എഴുതണം. പിന്നെ എഴുതേണ്ടത് വെച്ചാൽ ആ ഒരു സ്ട്രീറ്റ് ബോൾ, ആ ഒരു പെഡലർ വെച്ചാൽ ഒരു സ്ട്രീറ്റിലുള്ള ഒരു ആൾക്കാർ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ ഉറക്ക കരയില്ലേ, അപ്പൊ ആ ഒരു കാര്യം ക്രൈങ് ഇസ് വൈറീസ്, ആ കാര്യങ്ങളും. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റാ. അതുപോലെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിലും ചോദിക്കും. കമന്റ് ഓൺ ദ സിമ്പിൾ ഓഫ് ഓപ്പൺ വിൻഡോ. ആ ഒരു ഓപ്പൺ വിൻഡോ നമ്മൾ ഈ ഒരു റൂമിലിരുന്നപ്പോൾ ഓപ്പൺ വിൻഡോ കൊണ്ടു അതിൽ ഈ ഒരു തളിരിലകളൊക്കെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഓപ്പൺ വിൻഡോ എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ഓപ്പൺ വിൻഡോ സിംബലൈസ് ഫ്രീഡം, അത് ഇമ്പോർട്ടൻ്റാ. The open window symbolizes freedom. Many married women feel that their freedom is restricted by their marriage. കുറേ ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ കല്യാണത്തിന് ശേഷം അവർക്കൊരു ഫ്രീഡം ഇല്ല, അവരൊരു റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ ഈ ഒരു ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഈ ഒരു ഇതിന് ഓപ്പൺ വിൻഡോസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫ്രീഡം ആണ് കേട്ടോ. അപ്പോൾ അതാണ് മിസ്സസ് മല്ലാഡിൻ്റെ ഒരു സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ വരാൻ ചാൻസ് ഉള്ള വിച്ച് വേർ ദ വേർഡ്സ് വിസ്പേർഡ് ഹെർ ബൈ സാറ്റ് ഹേഴ്സെൽഫ്. എന്നുവെച്ചാൽ അവളെ ഒരു ചെയറിൽ ഇരുന്നപ്പോൾ സ്വയം എന്തോ കാര്യം വിസ്പർ ചെയ്തിരുന്നുള്ളിൽ. എന്താണത്? ഫ്രീ ഫ്രീ ഫ്രീ, ബോഡി ആൻഡ് സോൾ ഫ്രീ. കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി ഓഫ് ആൻ അവറിലെ ക്ലൈമാക്സ് അത് വന്നിട്ടുണ്ട്. മുന്നേ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താണ്? മിസ്സസ് മല്ലാഡിന്റെ ഹസ്ബൻഡിനെ നേരിട്ട് കാണുമ്പോൾ മിസ്സസ് മല്ലാഡ് എന്ത് ചെയ്തു? ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കും. ബൈ സീയിങ് ഹർ ഹസ്ബൻഡ് മിസ്സസ് മല്ലാഡ് ഗെറ്റ് എ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ഡൈയിങ് ഓൺ ദ സ്പോട്ട്. അപ്പോൾ സ്പോട്ടിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കും. അതാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പാരഗ്രാഫായിട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു പേജ് 1/4 പേജിൽ ഒതുക്കുക. 2 മാർക്ക് ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുക. അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആ സ്റ്റോറി മൊത്തം എഴുതി വെച്ചോ. ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ മാക്സിമം എത്ര ചോദിക്കുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ടു ബി എ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. വാട്ട് ഡിഡ് ദ സ്പീക്കർ ആസ്ക് ജീസസ് ടു ഫസ്റ്റ് ഫിക്സ് ഇൻ ദിസ് പ്രയർ എന്ന് വെച്ചാൽ ആ ഒരു പ്രാർത്ഥനയിൽ എന്താണ് നമ്മുടെ ഒരു സ്പീക്കർ ജീസസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ട് പറഞ്ഞാൽ ഇൻ ദ ഫസ്റ്റ് പ്രയർ ദ സ്പീക്കർ ആസ്ക് ജീസസ് ടു ഫിക്സ് ഹിം. ഹി വാസ് നോട്ട് ഷുവർ ഇഫ് ഹി വാസ് എ ബോയ് ഓർ ഗേൾ. അപ്പോൾ ഈ ഒരു സ്പീക്കറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആണാണോ പെണ്ണാണോ എന്ന് അദ്ദേഹത്തിന് തന്നെ ഷുവർ അല്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഫിക്സ് ചെയ്ത് തരണം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സമ്മറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ഇതിൽ പിന്നെ ഒരു ലൈൻ തന്നിട്ട് ഐ വാസ് ദ മിസ്റ്ററി ഓഫ് അനാട്ടമി എക്സ്പ്ലെയിൻ എന്ന് വരും. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഇൻ എ നോർമൽ സർക്കംസ്റ്റാൻസസ് വി ലുക്ക് ദാറ്റ് എ ബോഡി ഓഫ് എ ചൈൽഡ് വാസ് സെയിങ് ദാറ്റ് ഐദർ എ മെയിൽ ഓർ ഫീമെയിൽ. എന്നുവെച്ചാൽ നോർമലി ഒരു കുട്ടിയുടെ ബോഡി കാണുമ്പോൾ മെയിലാണോ ഫീമെയിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ സ്പീക്കറിനെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. ദസ് ഹിസ് അനാട്ടമി വാസ് മിസ്റ്ററി. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ വാസ് ദ സ്പീക്കർ കോൾഡ് ലെസ്ബിയൻ. ആരാണ് ഈ ഒരു സീക്രട്ട് ഫസ്റ്റ് റിവീൽ ചെയ്തത്? സ്പീക്കർ അല്ല പറഞ്ഞത് ഫസ്റ്റ്. ദ സ്പീക്കർ റിവ്യൂസ് ദ റിവീൽ ദി സീക്രട്ട് ദാറ്റ് ദ കിഡ്സ് ഇൻ ഹിസ് സ്കൂൾ ഫൗണ്ട് ദാറ്റ് സം ട്രൂത്ത് അബൌട്ട് ഹിം. ദേ കോൾ ഹിം ആസ് ലെസ്ബിയൻ. സ്കൂളത്തെ സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് ലെസ്ബിയൻ എന്നുള്ള പേര് ഫസ്റ്റ് വിളിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻ ബൈ ദ എക്സ്പ്രഷൻ ഐ വാസ് മോർ ദൻ ദ ബാർബി. എന്ന് വെച്ചാൽ ഈ ഒരു കെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന ബോയ്സിനെ, ഈ ബാർബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഗേൾസിനെയാണ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ, കെന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ ഡോളും ബാർബി എന്ന് പറഞ്ഞ ഗേൾസിൻ്റെയും ഡോളും ആണ്. കാരണം വെച്ചാൽ അവർ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. യുവർ കെൻ ആൻഡ് ബാർബീസ് ആർ ഡോൾസ് ദേ വർ റെപ്രസെന്റിങ് ബോയ് ആൻഡ് ഗേൾ. ഇവിടെ ഒരു കെന്നും ബാർബി എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. ബാർബി നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഫേമസ് ആണ്. ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. അമേരിക്കൻ പോപ്പുലർ കൾച്ചറിലെ ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. ബോയ്സിനെ കെന്നും ഗേൾസിനെ ബാർബി ഡോൾസും. അപ്പം അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, ലെങ്ത് ഭയങ്കര കൂടുതലാവും. അത് കാരണം ഇനി നമുക്ക് മൊഡ്യൂൾ 4ലേക്ക് പോകും. ഹ്യൂമൻ റൈറ്റ്സ് ആണ് 4th മൊഡ്യൂൾ. റെഫ്യൂജി ബ്ലൂസ് എഴുതിയിരിക്കുന്നത് മാർച്ച് 1939 വെച്ചാൽ ആന്റി സെമിനിസം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ജർമ്മനിയിലെ ആന്റി സെമിനിസം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. റെഫ്യൂജി ബ്ലൂസ് വാസ് റിട്ടൺ ഇൻ മാർച്ച് 1939 when anti-Semitism was high in Germany. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെച്ചാൽ വാട്ട് മേക്സ് ദ പോയറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദർ വാസ് നോ പ്ലേസ് ഫോർ ഹിം ആൻഡ് ഹി വാസ് ബിലവഡ്. എന്ന് വെച്ചാൽ ഒരു പോയറ്റും അതുപോലെ ഒരു
ബിലവഡും റെഫ്യൂജീസ് ആണ്. എന്നുവെച്ചാൽ അവർക്കും എവിടെ പോകാനൊരു സ്ഥലമില്ല, അതാണ് ഇതിൽ പറയുന്നത്. ദേ വർ റെഫ്യൂജീസ് ആൻഡ് ദേ ഹാവ് നോ പ്ലേസ് ടു ഗോ. നമ്മൾ സമ്മറി ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം റീഡ് ചെയ്ത് പോകാട്ടോ. വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ തണ്ടർ റംബ്ലിംഗ് ഇൻ ദ സ്കൈ? തണ്ടർ റംബ്ലിംഗ് ഇൻ ദ സ്കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിറ്റ്ലറിന്റെ വോയിസ് ആണ് കേട്ടോ. ദ തണ്ടർ റംബ്ലിംഗ് ഇൻ ദ സ്കൈ വാസ് ദ വോയിസ് ഓഫ് ഹിറ്റ്ലർ. ദേ മസ്റ്റ് ഡൈ. എന്നുവെച്ചാൽ റെഫ്യൂജീസ് ഒക്കെ മരിക്കണം എന്നുള്ളതാണ് ഹിറ്റ്ലറിന്റെ ഒരു രീതി. അപ്പൊ അങ്ങനെ അവരൊക്കെ മരിക്കുന്നത് കൊണ്ടുള്ള ഒരു വോയിസിനെയാണ് ഒരു തണ്ടർ റംബ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യന് മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ട്രീയുടെ പേര് ചോദിക്കുന്നുണ്ട്, യു ട്രീ. അത് എപ്പോഴാ വിരിയ എന്നുള്ളതും അത് ഇമ്പോർട്ടൻ്റ്. എപ്പോഴാ ബ്ലോസം ചെയ്യുക, ബ്ലൂം ചെയ്യുന്ന എപ്പോഴാണ് കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ദ ലൈൻസ് പറഞ്ഞിട്ട് ഇഫ് വി ലെറ്റ് ദം ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. എന്താണ് ഒരു ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ ഈ ഒരു ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ ആണ് പറയുന്നത്, ചില റൂളേഴ്സ് പറയുന്നതാണ്. ദ പൊളിറ്റീഷ്യൻ ഓർ റൂളേഴ്സ് ഓഫ് ദ ഡെമോക്രാറ്റിക് കൺട്രീസ് ടു വിച്ച് ദ റെഫ്യൂജീസ് ഫ്രഷേഴ്സ് were നോട്ട് വില്ലിംഗ് ടു accept because if they were allowed they will come up and their jobs. എന്നുവെച്ചാൽ ഈ ഒരു റെഫ്യൂജീസിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇവരുടെ ജോബൊക്കെ ജോലിയൊക്കെ ഇവർ ചെയ്യും. അതുകൊണ്ട് ഈ പൈസ മൊത്തം ഈ റെഫ്യൂജീസ് കൊണ്ടുപോകും. അപ്പൊ അതാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു സമ്മറി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ, ആ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ മുന്നേ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നെക്സ്റ്റ്, വാട്ട് കോണ്ടസ്റ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ഷാൽ വി ഗോ ടുഡേ ആസ്ക് എന്ന് ചോദിച്ചത്. സ്പീക്കർ ഗോസ് ടു കമ്മിറ്റ് ഡീലിംഗ് ഓഫ് ദി റെഫ്യൂജീസ്. കമ്മിറ്റീസ് മെമ്പേഴ്സ് ആസ്ക് ടു ഹിം ടു ഗോ ബാക്ക് ആൻഡ് കം ഇൻ ദ നെക്സ്റ്റ് ഇയർ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹിറ്റ്ലർ പറഞ്ഞല്ലോ ഇവിടെയുള്ള റെഫ്യൂജീസിനൊക്കെ കൊല്ലണമെന്ന്. റെഫ്യൂജീസിനെ ഒഴിപ്പിക്കാൻ പറഞ്ഞ ടൈമില്ലേ ഈ ഒരു നമ്മുടെ ഒരു സ്പീക്കർ എന്ത് ചെയ്ത് ആ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, ഈ ഒരു റെഫ്യൂജീസിനെ വേണ്ടിയിട്ട് റെഫ്യൂജീസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ അവരെന്താണ് പറഞ്ഞത്, പോയിട്ട് നെക്സ്റ്റ് ഇയർ വരാൻ. അപ്പൊ ആ ഒരു ഇയർ ജസ്റ്റ് പോയിട്ട് അന്നൊരു ദിവസം അവർ എവിടെ സ്റ്റേ ചെയ്യാന്ന് പോലും അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള ടൈമിലാണ് ഈ ഒരു കമ്മിറ്റിക്കാർ പറഞ്ഞത് എങ്ങനെയാണ് അടുത്ത കൊല്ലം പോയിട്ട് വരാൻ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് വാസ് ദ കോണ്ടാക്ട് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഈസ് വേർ വിൽ ദ റെഫ്യൂജീസ് സ്റ്റേ ടുഡേ ടിൽ ദ നെക്സ്റ്റ് ഇയർ. അപ്പൊ ഇന്ന് മുതൽ അടുത്ത ദിവസം വരെ ഈ റെഫ്യൂജീസ് എവിടെ നിൽക്കും, അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് എ പോയിറ്റ് കമ്പയർ ഹ്യൂമൻ റേസ് വിത്ത് ബേർഡ്സ്. ഹ്യൂമൻസിന് ബേർഡ്സിന് തമ്മിൽ കമ്പാരിസൺ വരുന്നുണ്ട്. എന്താ വെച്ചാൽ ദ ബേർഡ് വാസ് സിറ്റിംഗ് ഓൺ ദ ട്രീസ് വിത്ത് ദ ഫോറസ്റ്റ് ഇൻ ദ പോയിറ്റ് വാക്ക്ഡ്. എന്നുവെച്ചാൽ ഈ ഒരു റെഫ്യൂജീസ് നടക്കുന്ന ടൈമിൽ ഈ ഒരു ബേർഡ്സ് ഒക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. കാരണം അത് ഹ്യൂമൻസ് അല്ലല്ലോ, ബേർഡ്സ് അല്ലേ. അപ്പൊ അവർക്ക് എത്ര വേണമെങ്കിലും പറക്കാം, അവർക്ക് പൊളിറ്റീഷ്യൻസ് ഇല്ല, റൂളില്ല, ആ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഹ്യൂമൻസിനെ സംബന്ധിച്ച് അവർക്ക് ഡെയിലി ഒരു സ്റ്റേ ചെയ്യാനുള്ള ടൈം പോലും സ്ഥലം പോലും ഇല്ല. അപ്പൊ ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഫിഷിന്റെ കേസ് ഇതിൽ പറയുന്നുണ്ട്, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അപ്പൊ സ്ക്രീനിൽ കാണാം. പിന്നെ ഇതിൽ ഹൈപ്പർബോലി പറയുന്നുണ്ട് കേട്ടോ. കമന്റ് ദ യൂസ് ഓഫ് ഹൈപ്പർബോലി ഇൻ ദ പോയിന്റ്. ഇവിടെ നമ്മുടെ ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്, ദേ മസ്റ്റ് ഡൈ ദ ബിൽഡിംഗ് വിത്ത് 1,000 ഫ്ലോർ ആൻഡ് 1,000 വിൻഡോസ് ആൻഡ് സോൾജേഴ്സ് ഡോസ് ആൻഡ് സോൾജേഴ്സ് ആർ ലുക്കിംഗ് ഫോർ ദം. എന്ന് വെച്ചാൽ ഈ ഒരു സോൾജേഴ്സ് എല്ലാവരും ഈ ഒരു റെഫ്യൂജീസിനെ കൊല്ലാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ഈ ഒരു ഹൈപ്പർബോലി എന്ന് കൊണ്ടുകൂടെ മീൻ ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ പത്രമാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് MNC എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് വാസ് ദ കോണ്ടാക്ട് ദാറ്റ് സച്ച് എ ഗുഡ് ലെറ്റർ സെൻഡ് ബൈ എ പ്രൊട്ടഗോണിസ്റ്റ് ഫ്രം എ പ്രിൻസൺ. ആ ഒരു ലെറ്ററിന്റെ കേസാണ് ഇതിൽ ചോദിക്കുന്നത്. നമ്മൾ സമ്മറിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലെറ്ററിന്റെ കേസ്. സച്ച് എ ഗുഡ് ലെറ്റർ. ഇൻ ദ ലെറ്റർ പ്രൊട്ടഗോണിസ്റ്റ് റോഡ് ദാറ്റ് ഹി വാസ് ഇൻ ഐലൻഡ് സോ ദാറ്റ് ഹിസ് പീപ്പിൾ കുഡ് ഹാവ് മണി ആൻഡ് ഓൾ അതേഴ്സ് തിങ്സ് ദേ നീഡഡ്, ലാൻഡ്, ഫുഡ് and ignorance. He had also written the power in it, but that was blacked out of the prison authorities. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ സമ്മറിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് എന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നെക്സ്റ്റ് ഇത് ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ കുഡ് പാർഷ്യ നോട്ട് ടു ഗോ പിക്നിക്. എന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് പാർഷ്യ പിക്നിക്കിന് പോയിട്ടുണ്ടെന്നും അതേപോലെ ആ ഒരു പിക്നിക്കിന് ഗെയിം കളിക്കുന്ന ടൈമിൽ പാർഷ്യയുടെ പേരുണ്ട്. എന്നാൽ കൂടി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. പാർഷ്യ പിക്നിക്കിന് പോയിട്ടില്ല എന്നും പറയുന്നുണ്ട്. പാർഷ്യ കുഡ് നോട്ട് ഗോ ടു പിക്നിക് ബിക്കോസ് ഹി ഹാസ് ടു ടേക്ക് ഫുഡ് ഫോർ ഹിസ് ഫാദർ ഹു ഹാഡ് ഗോൺ ടു ഡിക് പിറ്റ്സ് വിത്തൗട്ട് ഈറ്റിംഗ് എനിത്തിങ്. പാർഷ്യയുടെ ഫാദർ ഓൾറെഡി ജോബിനെ പോയി കഴിഞ്ഞൊന്നും രാവിലെ ഒന്നും കഴിക്കാതെ എംപ്റ്റി സ്റ്റൊമക്കായിട്ട്. അപ്പോൾ ഈ ഒരു പാർഷ്യ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കൊണ്ടുവെക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പാർഷ്യ പിക്നിക്കിന് പോകാഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഹൗ ഡിഡ് ആര്യ ബിക്കേം ദ അസറ്റ് ടു ഫാമിലി? എങ്ങനെയാണ് ഒരു ആര്യ ഈ ഒരു അസറ്റായി മാറിയത് ഫാമിലിക്ക്? അതാണ് മുന്നേ പറഞ്ഞത്. ആര്യയുടെ ഫാമിലി പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയാണ്, പോവേർട്ടി ഉള്ളതാണ് ഫാമിലിയിൽ. ആര്യ വാസ് എംപ്ലോയ്ഡ് ഇൻ ഗിർമാലി ഫാം. എന്നുവെച്ചാൽ ഗിർമാലി എന്ന് പറയുന്ന ഒരാളുടെ ഫാമിലാണ് നമ്മുടെ ആര്യ ജോലി കിട്ടിയത്. ഒരു ഫാമിലി കാറ്റിൽസിനെ ഗെയ്സ് ചെയ്യുക, അതായത് കന്നുകാലികളുടെ മേഖലയാണ് ഈ ഒരു ആര്യയുടെ ജോലി. ഫോർ ഹിസ് വർക്ക് ഹി ഗോട്ട് എ ഫുഡ് ആൻഡ് 100 rupees ഇൻ എ ഇയർ. അപ്പൊ ഈ ഒരു ജോലിക്ക് എന്ത് കിട്ടും പ്രതിഫലമായിട്ട്? അന്നന്ന് അവന് കഴിക്കാനുള്ള ഭക്ഷണമായി പിന്നെ ഒരു 100 രൂപയും ഒരു കൊല്ലത്തിൽ കിട്ടും. അതാണ് അവൻ്റെ ഒരു വരുമാനം. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഡെയിലി ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതായി, അന്നുള്ള ഒരു ഫുഡിനുള്ള വകയായി. അപ്പം അതാണ്, അങ്ങനെയാണ് ഈ ഒരു ആര്യ ഈ ഒരു ഫുഡ് അസറ്റായി മാറിയത് ഫാമിലിക്ക് കേട്ടോ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ലൈൻസ് വന്നിട്ട് വി സാറ്റ് ലൈക്ക് എ ഔൾസ് വാച്ചിങ് ദം, വാട്ട് വേർ ദേ വാച്ചിങ്, എക്സ്പ്ലെയിൻ. അപ്പൊ ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുന്നത്തെ എക്സാമിൽ. They were watching the high caste boys and girls from this village eating together. The girls hated and teachers they were chatting. എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലോ ക്ലാസ് ബോയ്സ് എവിടെയാണ് ഇരുന്നത്? അധികം ഷെയ്ഡൊന്നും ഇല്ലാത്ത ഒരു ട്രീ അടിയിൽ നമ്മൾ സമ്മറിയിൽ പറഞ്ഞതാണ്. ഈ ഒരു ബോയ്സ് ഇരുന്നായിരുന്നത് ഒരു അധികം ഷെയ്ഡൊന്നും ഇല്ലാത്ത ഒരു ഉണങ്ങിയ ട്രീ അടിയിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ ഹൈകാസ്റ്റ് ബോയ്സും അതേപോലെ ഗേൾസും ടീച്ചേഴ്സും നല്ലൊരു ഷെയ്ഡുള്ള ട്രീയുടെ അടിയിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അവർ കഴിച്ചിരുന്നത് അല്ലേ. മാക്സിമം എല്ലാവരും ഒരു സമ്മറിയുടെ ഒരു വീഡിയോസ് കാണാൻ ശ്രമിക്കട്ടെ, കാരണം അതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻറ് ടു ഡു ആഫ്റ്റർ ദ പിക്നിക്? അപ്പോൾ ഈ ഒരു പിക്നിക് ഇവർ പോയി വന്നിട്ട് ഈ ഒരു ടീച്ചർ എന്താണ് ഈ ഒരു സ്റ്റുഡൻസിനോട് ചെയ്യാൻ പറഞ്ഞത്? ദ ഡേ ആഫ്റ്റർ പിക്നിക് ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് ടു റൈറ്റ് അബൌട്ട് എസ്സേ ഓൺ ദ പിക്നിക് അല്ലെ. ആ എസ്സേയിലാണ് നമ്മുടെ ഒരു സ്പീക്കർ എന്നിട്ട് എന്താണ് എഴുതണ്ടേന്ന് അറിയാതെ ആകെ പകച്ചിരുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മറിയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ. കെമിക്കൽ ഹാപ്പിനെസ് പറഞ്ഞ ഒരു ചാപ്റ്ററും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിലേന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഹോർമോൺസിന്റെ കേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഫ്രം വിച്ച് വർക്ക് ഈസ് എക്സ്ട്രാക്റ്റഡ് ദ കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ് ടേക്കൺ? അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹോമോ സാപ്പീസ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ നിന്നാണ് ഈ ഒരു കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു വർക്ക് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ മെത്തഡോളജി ഫോളോഡ് ബൈ ഹരാരി ഇസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ എക്സ്ട്രാക്ട്? He had used the methodology argument. He argues against the traditional spiritual perspective regarding the happiness. അതായത് സന്തോഷത്തെ പറ്റിയുള്ള ഒരു പരമ്പരാഗത, അതായത് ട്രഡീഷണലി വരുന്ന ഒരു കാര്യമാണ് സന്തോഷം എന്നുള്ള രീതിയിൽ ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടിനെയാണ് അദ്ദേഹം എതിർത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ഹരാരി ഒബ്സർവ്ഡ് അബൌട്ട് ദ ഹ്യൂമൻ ഹാപ്പിനെസ്? He observed that human happiness is a result of chemical process take place in the human brain. അല്ലെ, ഹ്യൂമൻ ബ്രെയിനിൽ ഉണ്ടാവുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കെമിക്കൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നതെന്നാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വാട്ട് ആർ ദ ഹെറാരി ഒബ്സർവേഷൻ അബൌട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ? ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് ഹെറാരിയുടെ ഒബ്സർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. The revolutionaries killed the king, gave land to the peasants, declared the right of man, abolished noble privileges and waged wars against the whole Europe. അതായത് നമ്മളൊരു വിപ്ലവകാരികൾ അവർ യുദ്ധം ചെയ്തിട്ട് ഈ ഒരു രാജാവിനെ കൊന്നു, അതേപോലെ കർഷകരും അവർ ഭൂമിയൊക്കെ അവരെടുത്തു. പിന്നെ അതിലുള്ള ഒരു റൂൾസും എല്ലാ കാര്യങ്ങളും അവർ ഓൾറെഡി എടുത്ത് കളഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മറിയിൽ പറഞ്ഞില്ലേ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. Next question, what does Adolph's lecture speaks of happiness? Brave New World. അതായത് ഒരു ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ സന്തോഷത്തെ പറ്റിയിട്ട് എന്താണ് പറയുന്നത് എന്ന്. ഹാപ്പിനെസ് ഈസ് ദ സുപ്രീം വാല്യൂ ഓഫ് ദ സൈക്കാട്രിസ്റ്റ് ഡ്രഗ്സ് റീപ്ലേസിംഗ് ദ പോലീസ് ആൻഡ് ദ ബാലൻസ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് പോലീസസ്. ഈച്ച് ഡേ ഈച്ച് പേഴ്സൺ ടേക്സ് എ ഡോസ് ഓഫ് സോമ ആസ് സിൻഡ്രിക് ഡ്രഗ് വിച്ച് മേക്ക് പീപ്പിൾ ഹാപ്പി വിത്തൗട്ട് ഹാർമിംഗ് ദെയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. അത്രയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒരു സൈക്കസ്റ്റിൽ ഒരു വിധം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സിനും സമ്മറി പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഇങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതെനിക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.